1984 ഞാൻ ശബരിമലയിൽ പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ അവിടെ ഉണ്ടായിരുന്നു. അയാൾ എന്നെ അറിയിച്ചു, ഞാൻ ശബരിമലയിലുണ്ട്, താൻ വരെയാണെങ്കിൽ ഇവിടെ കിടക്കാനൊക്കെയുള്ള മിനിമം സൗകര്യം ഞാൻ ചെയ്യാം. ശരി എന്ന് ഞാൻ പോയി. അപ്പോൾ വ്രതമില്ല, ഒന്നുമില്ല, 18 പടി ചവിട്ടാനും പോയില്ല, വടക്ക് വശത്തൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഒരു തമാശ കാണിച്ചു തരാം. അപ്പോൾ ഈ കൺവെയർ ബെൽറ്റിൽ വന്നൊഴിയ സാധനങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഇട്ടിട്ട് വഴിപാട് അത് ലേലം ചെയ്യും. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞൊരു 4 മണിക്ക് ലേലം ചെയ്യും അമ്പലത്തിൻ്റെ വടക്ക് വശത്ത്. ഒരു രജിസ്റ്റർ വേണ്ടി ഒരാൾ നിൽക്കുന്നു, 3-4 പേര് നിൽക്കുന്നു. അതിൻ്റെ നടുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ലേലം ചെയ്ത് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിങ്ങനെ വന്ന് നിറയുമല്ലോ. അപ്പോൾ ഒരു ചാക്ക് പാലക്കാടൻ മട്ട അരി 10 രൂപ, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ 12 രൂപ. 12 രൂപ ഒരു തരം, 12 രൂപ 2 തരം, 12 രൂപ 3 തരം ഉറപ്പിച്ചു ചാക്കെടുത്ത് മാറ്റിയിട്ടു. ഇങ്ങനെ പുല്ല് വിലയ്ക്ക് ഈ സാധനങ്ങൾ 3-4 പേര് അങ്ങോട്ട് എടുത്തിട്ട് പോവുകയാണ്. ഇതാണ് പരിപാടി. പരസ്യമായ ലേലം നടത്തിയതാണ്. ട്രാൻസ്പെറൻസി. കോടതിയിൽ വക്കീൽ വാദിക്കാൻ പോകുന്നു. ഇറ്റ് വാസ് ഓൾ ട്രാൻസ്പെറൻറ്റ് യുവർ ലോഡ്ഷിപ്സ്. ഇറ്റ് വാസ് ഡൺ ഓൺ ദ നോർത്തേൺ കോർട്ട്യാർഡ് ഓഫ് ദ ടെമ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ഡിവോട്ടീസ്. വി ഹാവ് ലേലം ചെയ്തതാണ്. ഇതാണ് പരിപാടി. ഇത് എന്ന് ഐ ആം ടോക്കിംഗ് അബൌട്ട് 1984. ഇപ്പോൾ എന്തായിരിക്കും നടക്കുക? അന്ന് ഈ പറഞ്ഞ മാതിരിയുള്ള വലിയ അടി ഇന്നല്ലൊന്നുമില്ല, ഇവിടെ സ്വർണ്ണക്കൊടിമരയില്ല, ഒന്നുമില്ല. ആ സമയത്ത് തത്വമസി ബോർഡ് പോലുമില്ല. ആ സമയത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതെല്ലാം പിന്നീട് വന്ന പരിഷ്കാരങ്ങളാണല്ലോ. ഒരു നാലമ്പലം പോലെ സൃഷ്ടി, ഇതെല്ലാം പിന്നീട് വന്നതാണ്. ഇതൊക്കെ സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ നിലവിലുണ്ട് എന്ന് ഇപ്പോൾ ഈ 2014 മുതൽ ഇങ്ങോട്ട് ഹിന്ദുക്കളായ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇത് നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ട്. നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. ഇതൊക്കെ വളരെ അടുത്ത് ചെയ്തതാണ്. ബട്ട് ഇതിലെല്ലാം കള്ളത്തരം നടന്നിട്ടുണ്ട്. കള്ളത്തരം നടന്നു എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ശബരിമലയിൽ സ്വർണ്ണക്കൊടിമരം പുനഃസ്ഥാപിച്ചല്ലോ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത്. അതിലേക്ക് ഒരാൾ, ഒരു തമിഴൻ മെർക്കുറി എറിഞ്ഞു. അവിടെ സ്വർണം ഇതായിപ്പോയി, വെളുത്തുപോയി. ഓർമ്മയുണ്ട് ആ സംഭവം? ഉണ്ട്. അത് വലിയ വിവാദ സംഗതിയൊക്കെ. അവിടെ വീണ്ടും സ്വർണം പൂശുകയോ എന്തോ ചെയ്തു. ഇയാളിത് എറിയാൻ കാര്യം എന്താ? അയാളെ പിന്നെ പിടിക്കുകയോ അയാളോട് അങ്ങനെയൊന്നും ഉണ്ടായില്ല, അങ്ങ് തീർന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇത് കൊടിമരത്തിൻ്റെ അടിയിൽ ഇടേണ്ട മെർക്കുറിയാണ്. ഫോർ സം റീസൺ തമിഴ്നാട്ടിലൊരു സമ്പ്രദായമാണ് കൊടിമരത്തിൻ്റെ താഴെ കുറച്ച് മെർക്കുറി. അത് കൊടിമരത്തെ അഫക്റ്റ് ചെയ്യില്ല, അതിൻ്റെ കൂടെ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ. ഇത് ഇവരിടാൻ മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമല്ല, ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇയാൾക്കറിയില്ല ഈ മെർക്കുറി എറിഞ്ഞു കഴിഞ്ഞാൽ സ്വർണം ഇതായി പോകുന്നു. ഈ വെപ്രാളം ഉണ്ടാകാൻ കാര്യം എന്തുകൊണ്ടാണ് മെർക്കുറി മറന്നുപോയത്? ഞാൻ ഇത് അന്വേഷിച്ചിട്ട് ഒരു പത്രപ്രവർത്തകൻ, റെസ്പോൺസിബിൾ ആളാണ് അയാൾ, ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല, KSEBയിലെ 2 ഉദ്യോഗസ്ഥർ. ഈ കൊടിമരം ഇവർ നോക്കിയിട്ട് ഉറച്ചില്ല. മനസ്സിലെ പഴയ കൊടിമരം പൊളിക്കുകയും ചെയ്തു. പുതിയത് ഫിറ്റാവുന്നില്ല. അത് ഫിറ്റ് ചെയ്യാനുള്ള വെപ്രാളത്തിലാണ് ആ 2 മണി, ഒരു 2 കരിങ്കലിൻ്റെ സ്തൂപം, അത് തമ്മിലൊരു ബന്ധം, അതിലൊരു മണി 18 പടിയുടെ 2 വശത്തും. ഓർമ്മയില്ലേ? ഇപ്പം അതിൻ്റെ ഷേപ്പ് സ്വർണം കൊണ്ട് സ്വർണ്ണ നിറത്തിലുള്ള പറ വെച്ച് വട്ടത്തിലാക്കിയതാണ്. നേരത്തെ അത് ചതുരത്തിലുള്ള കരിങ്കല്ലിൻ്റെ തൂണായിരുന്നു. ഇവർ ഈ നമ്മുടെ കൊടിമരത്തിൽ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തൂണുകൾ 4 പൊട്ടി. കാരണം കൊടിമരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഭൂമിക്കടിയിലൂടെ കണക്ഷനുണ്ട് ഈ തൂണിന്. തൂണിൻ്റെ വെയിറ്റും കൂടെ ചേർന്നാണ് കൊടിമരം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ഒരു എക്സ് ഷേപ്പിൽ. എക്സിൻ്റെ 2 അറ്റം ശബരിമല ശ്രീകോവിലിൻ്റെ അടിയിലേക്ക് പോകും, ശ്രീകോവിലിൻ്റെ വെയിറ്റ്. ഇപ്പുറത്ത് കൗണ്ടർ വെയിറ്റ് ആയിട്ട് ഈ 4 തൂണുകൾ. ആ എക്സിൻ്റെ നടുക്കാണ്, കൃത്യം എക്സ് ക്രോസ് ചെയ്യുന്നിടത്താണ് കൊടിമരത്തിൻ്റെ സെറ്റപ്പ്. ഇതൊക്കെ പഴമക്കാർ ചെയ്ത പണികളാണ്. ഇവരിത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടി.
പൊട്ടിയപ്പോൾ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. പൊട്ടിയ തൂണ് മാറ്റി അതിനെ പറവച്ച് അത് വട്ടത്തിലാക്കാൻ തീരുമാനിച്ചു. കൊടിമരത്തിന് വേണ്ടി ഇവർ PWDയുടെ പഴയ ഒരു ചീഫ് എഞ്ചിനീയറെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞു, പഴമക്കാർ ചെയ്ത ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല, അതറിയണമെങ്കിൽ കംപ്ലീറ്റ് കുഴിക്കേണ്ടി വരും, ശ്രീകോവിലിൻ്റെ അടിയിലൊക്കെ കുഴിക്കേണ്ടി വരും, അതൊക്കെ ഡേഞ്ചറാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു പില്ലർ നേരെ നിർത്താൻ എനിക്കറിയാം. നമ്മുടെ ഇപ്പോൾ മെട്രോയുടെ പില്ലറൊക്കെ ഇല്ലേ, നേരെ നിർത്താം, വട്ടത്തിലുള്ള പില്ലർ നേരെ നിർത്താം, ആധുനിക ടെക്നോളജി. എൻ്റെ പൊന്നു ചേട്ടാ അങ്ങനെ മതി. അങ്ങനെ ആ ചേട്ടനെ കൊണ്ടുവന്നിട്ട് രാത്രി ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ പുലിവാലല്ലേ, അങ്ങനെ ചെയ്യിച്ചപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ മെർക്കുറിയുടെ ഈ മോഡേൺ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ, അയ്യപ്പ ഭക്തനാണ് ചീഫ് എഞ്ചിനീയർ, ഡെഫിനറ്റ്ലി ഭക്തനൊക്കെയാണ്. ബട്ട് ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് ഇടേണ്ടതെന്നൊന്നും ഇയാൾക്കറിയില്ലല്ലോ. ഈ സാധനം ഇട്ടില്ല. കാരണം തമിഴന്മാർ നിങ്ങൾ ട്രഡീഷണൽ ആൾക്കാരൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ നേരത്തെ തന്നെ സർവീസിൽ സിൽബന്തികളായിരുന്ന എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിളിച്ച് ജോസഫ് തോമസ് വാ നമുക്കിങ്ങനൊരു പണിയുണ്ട്. അതാണ് എല്ലാവരും സിൻസിയറായിട്ട് ചെയ്യേണ്ടത് ചെയ്തു. മെർക്കുറി ഇട്ടില്ല. അങ്ങനെയാണ് ഈ മെർക്കുറി എറിയുന്നത്.